നമുക്കൊരു ചൈനീസ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം വേണം. പിന്നെ നമുക്ക് നൂഡിൽസും എടുക്കാം. നൂഡിൽസ് പിന്നെ സോസുകൾ വേണം. ടൊമാറ്റോ സോസും സോയാ സോസും എടുക്കുക. ആദ്യമായിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് 2 ലിറ്ററിൽ കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കണം. അതിനകത്ത് കുറച്ച് 2 സ്പൂൺ എണ്ണയും സ്വല്പം ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നൂഡിൽസ് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ടിട്ട് ഒരു 5 മിനിറ്റ് 5-8 മിനിറ്റ് അതിനെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 8 മിനിറ്റോളം നൂഡിൽസ് വേവണം. ഞാനിപ്പോൾ ഇട്ട നൂഡിൽസ് കുറച്ച് കൂടുതലായി പോയി. ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കും. വെന്തതിന് ശേഷം അത് പിന്നെ നമുക്ക് വേറെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൽ നിന്ന് കോരി അരിപ്പ പാത്രത്തിലോട്ട് എടുക്കാം. അതിന് ശേഷം തണുത്ത വെള്ളം കോരി വെച്ച് നൂഡിൽസിനകത്തൊഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം അതിനകത്ത് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ വലിയ പാൻ എടുക്കണം. വലിയ പാൻ എടുത്ത് ചെറിയ പാത്രം എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പാടായിരിക്കും. വലിയ പാൻ തന്നെ എടുക്കുക. വലിയ പാനിനെടുത്ത് നമുക്ക് കടുക് വറക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മുമ്പേ വഴറ്റണം. അതിന് ശേഷം ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പച്ചമുളക് വേണമെന്നവർക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ 1-2 പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴന്നതിന് ശേഷം ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി വഴന്നതിന് ശേഷം ക്യാബേജ്, ക്യാരറ്റ്, ലാസ്റ്റിൽ ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യുന്നത്. എത്ര ആവശ്യം